കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ കരാട്ട അധ്യാപകനെ തുടർന്ന് 17കാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളൊരു വാർത്ത നിങ്ങളിൽ പലവരും കേട്ട് കാണും. സിദ്ദീഖ് എന്നാണ് ഈ കരാട്ട അധ്യാപകൻ്റെ പേര്. ഇദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ഒരു പോക്സോ കേസിൽ ശിക്ഷാ നടപടിക്ക് വിധേയനായ ഒരു വ്യക്തിയാണ്. ഇവിടെ ഈ 17കാരിയുടെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഈ സിദ്ദീഖാണെന്ന് പോലീസിനെ കണ്ടെത്തുകയും അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇത്തരമുള്ള പോക്സോ കേസിൽ പെട്ട ഒരു വ്യക്തിയോടൊപ്പം കരാട്ട പഠിക്കുവാൻ വേണ്ടി കുട്ടികളെ അയച്ചിട്ടുള്ള രക്ഷിതാക്കന്മാരുടെ പോരായ്മയാണ്. ഒരു പോക്സോ കേസുകളൊക്കെ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഇതായിട്ടുള്ള കേസുകളാണ്. സ്വാഭാവികമായിട്ടും ഒരു പോക്സോ കേസുകളൊക്കെ സംഭവിച്ചതിന് ശേഷം അവരോടൊപ്പം കുട്ടികളെ പറഞ്ഞുവിടുന്ന രക്ഷിതാക്കന്മാർ ചിന്തിക്കും. കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയോടൊപ്പമല്ലേ നമ്മുടെ മക്കളെ കരാട്ട അഭ്യസിക്കാൻ വേണ്ടി വിടുന്നത്. അപ്പോൾ നമ്മൾ മക്കൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയില്ല എന്നായിരിക്കും ഓരോ രക്ഷിതാക്കന്മാരും ചിന്തിക്കുക. പക്ഷേ ഇവിടെ പഠിക്കാൻ വിട്ട രക്ഷിതാക്കന്മാർ അത് ചിന്തിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. കാരണം ഈ കുട്ടി വർഷങ്ങളായിട്ട് ഈ കരാട്ട അധ്യാപകരിൽ നിന്ന് ഇതുപോലെയുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നതാണ് ഈ കുട്ടിയുടെ സഹോദരി ഒരു മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ രീതിയിൽ വർഷങ്ങളായിട്ട് ഈ അധ്യാപകരിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും അത് ഗൗനിക്കാതെ ആ അധ്യാപകൻ്റെ ഒപ്പം തന്നെ കരാട്ട അഭ്യസിക്കാൻ പഠിപ്പിക്കാൻ വിട്ട രക്ഷിതാക്കന്മാരുടെ വീഴ്ച ഇവിടെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു വ്യക്തി ഒരു പോക്സോ കേസിൽ പെട്ട ശേഷവും വീണ്ടും അവിടെ കുട്ടികളെ പറഞ്ഞയക്കുക എന്നത് അത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ മക്കളെ പഠിക്കാനോ മറ്റോ വിടുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.